ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശല്യക്കാരായ കൊതുകുകളെ തുരത്തി ഓടിക്കാനുള്ള 3 കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. കൊതുകിനെ ഓടിക്കാനായിട്ട് 100 അല്ല 101% റിസൾട്ട് നൽകുന്ന കിടിലൻ ടിപ്സാണ് കേട്ടോ ഇത്. കൊതുക് നാശിനി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശീമക്കൊന്നയാണ്. നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലും റോഡ് സൈഡിലൊക്കെ സുലഭമായി കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. ഞാനിവിടെ ഇത്രയും ഇലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാട്ടോ. പിന്നെ ഈ കൊതുക് നാശിനി ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഏകദേശം 1 മാസത്തോളം നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇല കുറച്ച് കൂടുതൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിവിടെ ഇതുപോലെ 3 തണ്ട് ഇലകളാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂത്ത ഇലകൾ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇലകൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഉതിർത്തിട്ട് കൊടുക്കാം. ശീമക്കൊന്നയുടെ ഇലകൾ ഉണക്കിയെടുത്തിട്ടാണ് നമ്മളിവിടെ കൊതുക് നാശിനി ഉണ്ടാക്കുന്നത്. 1-2 മണിക്കൂർ വെയിലത്ത് വച്ചപ്പോഴേക്കും നമ്മുടെ ഇലകൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടുകാരനൊന്നും അല്ലാട്ടോ ഈ ശീമക്കൊന്ന. അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. അമേരിക്കയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയ ധാരാളം ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ശീമക്കൊന്ന. കൈകൊണ്ട് പൊടിച്ചെടുത്ത ഇലകൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇല പൊടിച്ചത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത നൈസായ പൊടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഈ നൈസ് പൊടി വെച്ച് വേറൊരു സൂത്രം നമുക്ക് ചെയ്യാനുണ്ട്. അരിപ്പയിൽ ബാക്കി വന്ന തരികളാണ് നമുക്ക് ഇപ്പോഴിവിടെ ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയുടെ തോലാണ്. വെളുത്തുള്ളിയുടെ തോലും കേടായ വെളുത്തുള്ളിയും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാട്ടോ. ഈച്ച, കൊതുക് തുടങ്ങിയ ക്ഷുദ്രജീവികളെ തുരത്തി ഓടിക്കാനും നമ്മുടെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനും കഴിവുള്ള ഒന്നാണ് വെളുത്തുള്ളി. അസുരന്മാരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട അമൃതിൻ്റെ തുള്ളികളാണ് വെളുത്തുള്ളി എന്നാണ് പറയപ്പെടുന്നത്. അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണിത്. ഇനി മുതൽ കേടായ വെളുത്തുള്ളിയും വെളുത്തുള്ളി തോലും ഒന്നും ആരും വെറുതെ കളയരുത്. അതുകൊണ്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള സൂപ്പർ മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കേടായ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തീക്കനലാണ്. 1-2 ചിരട്ട കത്തിച്ചെടുത്താൽ ഇതിലേക്ക് ആവശ്യമായ കനൽ കിട്ടും. ചിരട്ടയൊക്കെ കത്തിച്ച് തീക്കനൽ ഉണ്ടാക്കുന്നത് കുറച്ച് പാടുള്ള പണിയാണ്. എന്നാൽ കെമിക്കൽസ് ധാരാളം അടങ്ങിയ കൊതുകുതിരികൾ വാങ്ങിച്ച് കത്തിച്ച് നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം കളയുന്നതിലും എത്രയോ ഭേദമാണിത്. കെമിക്കൽസ് ചേരാത്ത ഒരൊറ്റ കൊതുകുതിരി പോലും നമ്മുടെ വിപണിയിൽ കിട്ടാനില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള നാട്ടുരീതികൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ചിരട്ടക്കനലിലേക്ക് നമ്മൾ അരിപ്പയിൽ മാറ്റി വച്ചേക്കുന്ന തരികൾ കുറേശ്ശെ വിതറി കൊടുക്കാം. ചതച്ചെടുത്ത വെളുത്തുള്ളിയും വെളുത്തുള്ളി തോലും ഇതിലേക്ക് വിതറി കൊടുക്കണം. കൊതുകുകൾ കൂടുതലായിട്ടും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് സന്ധ്യാസമയങ്ങളിലാണ്. അപ്പോൾ ശീമക്കൊന്നയില ഉണക്കി പൊടിച്ചു വച്ചേക്കുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ മരുന്നുണ്ടാക്കാം. വീടിനകത്തെ എല്ലാ മുറികളിലും നമുക്ക് ഈ പുക കൊള്ളിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കൊതുകുകൾ കൂടുതലായി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് കട്ടിലിന് അടിവശവും മേശയുടെ അടിവശവും ഒക്കെ. ഇവിടെ നമുക്ക് ഇതുപോലെ ഇത് കുറച്ചു നേരം വെച്ചു കൊടുക്കാം. സന്ധ്യാസമയത്ത് ഇങ്ങനെ ചെയ്താൽ നേരം വെളുക്കുന്നത് വരെ ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. 100% റിസൾട്ട് നൽകുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ചിരട്ട കത്തിക്കാനും കനലെടുക്കാനും ഒക്കെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത 2 ടിപ്സ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഇതുപോലെ നല്ല ഉരുണ്ട സവാള തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ കരിഞ്ഞ തൊലിയൊക്കെ നമുക്കൊന്ന് പൊളിച്ചു കളയാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കളഞ്ഞെടുക്കണം. ഒരു തുണി കൊണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കളയാം. കൊതുക്, ഈച്ച, പാറ്റ, പല്ലി ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി. സവാള കൊണ്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഞാനിവിടെ സവാള കഴുകി തുടച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം.
ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. വേരിൻ്റെ എതിർഭാഗത്ത് വേണം മുറിക്കാൻ. ഇതുപോലെ ചെറിയ വട്ടത്തിന് വേണം സവാള മുറിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ പുറമേ നിന്നുള്ള 2 ലെയർ നിർത്തിയതിന് ശേഷം ഉള്ളിലുള്ള ഭാഗം ഇതുപോലെ ചുരണ്ടിക്കളയാം. കൈ മുറിയാതെ, സൈഡ് മുറിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചുരണ്ടിക്കളയാൻ. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. സവാളയുടെ ഉൾഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി വേണം ചുരണ്ടിയെടുക്കാൻ. പിന്നെ ഇതിൻ്റെ അടിഭാഗം കത്തി കൊണ്ട് കീറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിവിടെ സവാള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ചെറിയ പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാലും മതി. അതവിടെ അനങ്ങാതെ ഇരുന്നോളും. ഇനി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന നൈസ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി റെഡിയായി, ശീമക്കൊന്നയുടെ ഇല പൊടിച്ചതും റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയോ എണ്ണയോ ആണ്. ഞാനിവിടെ 2 സ്പൂണോളം എണ്ണ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. എണ്ണയും ഇലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. കന്നുകാലികളെ കൊതുകിൻ്റെയും ഈച്ചയുടെയും കടിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് ശീമക്കൊന്നയുടെ ഇല അരച്ചുണ്ടാക്കുന്ന പേസ്റ്റ് ഇവയുടെ ദേഹത്ത് പുരട്ടി കൊടുക്കാറുണ്ട്. ശീമക്കൊന്നയില അരച്ച് കലക്കിയെടുത്ത വെള്ളം തൊഴുത്തിലും ആട്ടിൻകൂട്ടിലുമൊക്കെ തളിച്ചു കൊടുക്കുന്നത് കൊതുകിനെയും ഈച്ചയെയും അകറ്റി നിർത്താൻ സഹായിക്കും. ഈച്ച, കൊതുക് എന്നിവയെ മാത്രമല്ല എലിയെയും തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ശീമക്കൊന്ന. ശീമക്കൊന്ന കൊണ്ട് എലിവിഷമുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. നന്നായിട്ട് ഇളക്കിയെടുത്ത എണ്ണ ഇലപ്പൊടി മിക്സ് നമ്മൾ കുഴിച്ച് വെച്ചേക്കുന്ന സവാളയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു തിരിയിട്ട് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇതൊന്ന് കത്തിച്ച് വെച്ച് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തെ കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കത്തുമ്പോഴുണ്ടാകുന്ന ശീമക്കൊന്നയുടെയും സവാളയുടെയും ഒരു നറുമണം നമ്മുടെ വീടിനകത്ത് തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരൊറ്റ കൊതുക് പോലും പുറത്തു നിന്നും അകത്തേക്ക് പ്രവേശിക്കില്ല. കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് 100% റിസൾട്ട് നൽകുന്ന ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കണേ. ശീമക്കൊന്നയില കിട്ടാനില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു സവാള എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ചുരുണ്ടി കളഞ്ഞെടുക്കണം. ഞാനിവിടെ 2 ദിവസം കത്തിച്ച സവാളയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനുള്ളിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വേപ്പെണ്ണയാണ്. എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണല്ലോ വേപ്പെണ്ണ. അതുകൊണ്ടാണ് ഞാനിവിടെ വേപ്പെണ്ണ എടുത്തിരിക്കുന്നത്. കൊതുക്, ഈച്ച ഇവയെ അകറ്റി നിർത്താനുള്ള വേപ്പെണ്ണയുടെ കഴിവ് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ വേപ്പെണ്ണ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേപ്പെണ്ണയുടെ ആ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വളരെ കുറച്ച് മാത്രം ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയും വേപ്പെണ്ണയും ഒരേ അളവിലെടുക്കാം കേട്ടോ. ഇനി ഒരു ഈർക്കിലിയോ സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഒരു തിരിയിട്ട് കത്തിച്ചപ്പോൾ നമ്മുടെ നാച്ചുറൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഇവിടെ റെഡി ആയിട്ടോ. കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ ആരോഗ്യത്തിന് ഹാനികരമാവാത്ത രീതിയിൽ കൊതുകിനെയും ഈച്ചയെയും വീട്ടിൽ നിന്നും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. മാത്രമല്ല കൊതുക് തിരിക്ക് മുടക്കുന്ന അത്രയും പൈസയും ചെലവാകില്ല. അപ്പോൾ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ 3 കിടിലൻ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്